മാവന സന്ദേശം നൽകുന്നതിനായിട്ട് പ്രിയപ്പെട്ട കർത്താവരദാസൻ പാസ്റ്റർ ടി.എസ്. ജോയ് അവർ നമ്മുടേതിനായിട്ടുണ്ട്. പ്രിയപ്പെട്ട കർത്താവരദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം ഈ സെൻറ്ററിൻ്റെ നാഥനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ ഒരു വർഷം താൻ തികച്ച ശേഷമായിട്ട് മറ്റൊരു സഭയിലേക്ക് കടന്നു പോവുകയാണ്. കർത്താവരദാസനെ ഓർത്ത് തൻ്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് സമാപന മെസ്സേജ് തരുന്നതിനായിട്ട് കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ ടി.എസ്. ജോയ് അവറുകളെ ഞാൻ ഹാർദവമായി ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ വളരെ മാന്യമായ നിലയിൽ നിയന്ത്രിക്കുന്ന ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ കർത്താദാസൻ റൈസൻ വി ജോർജ് അവറുകൾ, ഈ കുട്ടനാട് സെൻറ്ററിൻ്റെ സെൻട്രൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന എന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയ കർത്താദാസൻ സാബു ജോൺസൺ അവറുകൾ, അതുപോലെ തന്നെ വെള്ളക്കട സഭയുടെ ശുശ്രൂഷകൻ രാജൻ മാത്യു അവറുകൾ, വളഞ്ഞവട്ടം സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന കർത്താവരദാസൻ ജോജോ വർഗീസ് അവറുകൾ, മേപ്രാൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ കർത്താദാസൻ കെ ബിനോ അവറുകൾ, കുട്ടനാട് സെൻറ്ററിൻ്റെ ഇന്ന് പകൽ ചിന്തയ്ക്കാധാരമായി എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന ഒരു വചനം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. വായിച്ചാട്ടെ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവജനമാണ് ഇന്ന് പകൽ ചിന്തയ്ക്കാധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്കും ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ടവരുമായ ദൈവമക്കൾക്ക് കൈമാറുന്ന ദൈവത്തിൻ്റെ സന്ദേശമാണ് ഇവിടെ വായിച്ചു കേൾക്കുവാനിടയായത്. ഇന്ന് പകൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ മാസയോഗത്തിൽ ഈ കൂട്ടായ്മയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന് പ്രിയമുള്ളവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുമാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വായിച്ച വേദഭാഗം, ഈ വചനത്തിലെ ദൂത് ദൈവത്തിന് പ്രിയരായ വിളിക്കപ്പെട്ടവരായ വിശുദ്ധന്മാരായ നിങ്ങളോടുള്ള ആലോചനയാണ്, നമ്മോടുള്ള ആലോചനയാണ്. ഇത് കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്നും ഞാൻ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നതിനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമിൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന, വേദന സഹിക്കുന്ന, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ദൈവജനത്തോട് വിശുദ്ധന്മാരോട് പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ പൗലോസ് ആ തേജസ്സിന്റെ ആ അവസ്ഥയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്നില്ല, തന്നെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്നല്ല, നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്നല്ല, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നും ആകരുത്. ഭാവിയിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചായിരിക്കണം നാം വിചാരപ്പെടേണ്ടത്.
Praise the Lord. നാം ആരും ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ബാക്കി പറഞ്ഞോട്ടെ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നാം ആരും ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല, ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല. കർത്താവിന്റെ വരവിൽ നാം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ നാം ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ്, നാം എടുക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആവശ്യമില്ലാത്തതും ദൈവഹിതമില്ലാത്തതുമായ ഒരു കാര്യങ്ങളും ഒരു വിചാരവും നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടാൻ നാം അവസരം കൊടുക്കരുത്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ നാം രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടേണ്ടവരാകൊണ്ട് ദൈവഹിതമല്ലാത്തൊരു വിചാരവും ദൈവഹിതമില്ലാത്തൊരു വിചാരത്തിനും നമ്മുടെ ഹൃദയത്തിൽ നാം ഇടം കൊടുക്കരുത്, അവസരം കൊടുക്കരുത്. പിന്നെ എന്തിനെ കുറിച്ച് വിചാരിക്കണം? എന്തിനെ കുറിച്ച് വിചാരിക്കണം? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് നാം വിചാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ ലേഖനം എഴുതിയ പൗലോസിന്റെ വിചാരം അത് മാത്രമായിരുന്നു കേട്ടോ. ഈ ലേഖനം എഴുതിയ പൗലോസിന്റെ വിചാരം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. ആ തേജസ് എനിക്ക് വെളിപ്പെടണം, തേജസ് എന്നിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ് എന്നിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. അത് മാത്രമായിരുന്നു പൗലോസിന്റെ ചിന്ത. ഹല്ലേലൂയ. അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ്. ആമേ. പ്രിയമുള്ളവരെ, എന്നിൽ മാത്രമല്ല, ആമേ, നിങ്ങളിൽ മാത്രമല്ല, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് നാം വിചാരപ്പെടേണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ തേജസ്സിനെ പൗലോസ് ഭാഗികമായി ഒന്ന് കണ്ടു. എവിടെ വെച്ചാ കണ്ടത്? എവിടെ വെച്ചാ കണ്ടേ? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഭാഗികമായി ഒന്ന് കണ്ടു. സ്തോത്രം. ആ തേജസ്സിന്റെ മുമ്പിൽ പൗലോസിന് നിൽക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ പൗലോസിന് നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവൻ താഴെ വീഴുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. അന്ന് താഴെ വീഴാൻ കാരണം എന്താണെന്നറിയാമോ? പൗലോസ് പാപിയായിരുന്നു. സ്തോത്രം. പൗലോസ് പാപിയായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ പൗലോസിന് നിൽക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ. ഭാഗികമായ ആ തേജസ്സിന് മുമ്പിൽ അവൻ നിൽക്കുവാൻ കഴിയാതെ തൻ നിലംപരിചയാകുവാനിടയായി. ഹല്ലേലൂയ. അന്നു മുതൽ തന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ആ തേജസ് പൂർണ്ണമായി എനിക്കൊന്ന് പ്രാപിക്കണം, ആ തേജസ് പൂർണ്ണമായി എനിക്കൊന്ന് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ് പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് നാം. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവത്തിന്റെ തേജസ് പ്രാപിക്കുവാൻ ഞാൻ വിളിക്കപ്പെട്ടവനാണെന്ന്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നാം ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. നമ്മിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ജീവന്റെ വചനം പ്രമാണിക്കണം. വചനം പ്രമാണിക്കാതെ, വചനത്തെ അനുസരിക്കാതെ, വചനത്തിന് കീഴ്പ്പെടാതെ ആമേൻ ഓരോ ദിവസവും മത്സരികളായി നാം മുൻപോട്ട് പോയാൽ ദൈവത്തിന്റെ തേജസ് നമ്മിൽ വെളിപ്പെടുകയില്ല. ദൈവത്തിന്റെ തേജസ്
വിധേയമാകും. Praise the Lord. ആമേ ദൈവത്തിന്റെ തേജസ്സിനെ പ്രാപിക്കുവാൻ ആമേ ഒരുങ്ങിയിരിക്കുന്ന ആമേ ദൈവമക്കൾ എന്ത് ചെയ്യണം? ആമേ അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? ജാതികളുടെ ഇടയിൽ, ദൈവത്തെ അറിയാത്തവരുടെ ഇടയിൽ, ഹല്ലേലൂയ, ആമേ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, ഈ വചനം ജീവന്റെ വചനമാണ്, ഈ വചനം പ്രമാണിക്കാനുള്ളതാ, പ്രമാണിക്കാനുള്ളതാ. ഇത് കക്ഷത്തി വെച്ച് നടക്കാനുള്ളതല്ല, ഇത് ബാഗിൽ വെച്ച് നടക്കാനുള്ളതല്ല. അമ്മ ഈ വചനം പ്രമാണിക്കാനുള്ളതാ. ഈ വചനം പ്രമാണിച്ച് അമ്മേ മുൻപോട്ട് നടന്നാൽ മാത്രമേ അമ്മേ സ്വത്ര ഭാവിയിൽ ആ തേജസ്സിനെ നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. Praise the Lord. Hallelujah. ജീവന്റെ വചനം പ്രമാണിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. കർത്താവിന് സ്തോത്രം. അമ്മേ ജീവന്റെ വചനം പ്രമാണിക്കുന്നവർ എന്ത് ചെയ്യണം? മറ്റൊന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. അമ്മ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുന്ന, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എത്ര വിചാരപ്പെടരുതെന്ന് പറഞ്ഞാലും അമ്മേ വിചാരപ്പെടുന്നവരാ നമ്മളല്ലേ. പല കാര്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളിൽ വിചാരപ്പെടുന്നവരാണ് നമ്മൾ. കർത്താവിന് സ്തോത്രം. നമ്മൾ എത്ര വിചാരപ്പെട്ടാലും കർത്താവ് പറഞ്ഞു നമ്മുടെ നീളത്തോട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്തൊക്കെ വിചാരപ്പെടുന്നത്? എന്തിനാ വിചാരപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നാം എത്ര വിചാരപ്പെട്ടാലും നമ്മെ കൊണ്ട് ആമേ കഴിയുന്ന കാര്യമല്ല. ആമേ പലതും നമുക്ക് അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് സാധ്യമായ കാര്യങ്ങളുണ്ട്. ആമേ അതിനെ കുറിച്ച് നാം വിചാരപ്പെടണം. Praise the Lord. ആമേ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ആമേ നിങ്ങൾ എല്ലാറ്റിനും പ്രാർത്ഥനയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ യഹോവയെ അറിയിക്കുക അത്രേ വേണ്ടത്. Praise the Lord. Hallelujah. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കർത്താവിന് സ്തോത്രം. എത്ര വിചാരപ്പെടുന്ന പറഞ്ഞാലും അമേ സ്തോത്രം. അമേ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നവരാണ് അമേ മനുഷ്യർ. ദൈവത്തിന് സ്തോത്രം. അമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയുന്നു, നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അമേ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളെക്കാളും ഉന്നതമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമായ അമേ നിലവാരത്തിൽ നമ്മെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരുവരുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങുന്നേ? ഉണ്ട് ഭാഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മറ്റൊന്നിനെ കുറിച്ച് വിചാരപ്പെട്ട് ആമേൻ നമ്മുടെ മനസ്സ് കലങ്ങേണ്ട ആവശ്യമില്ല. നാം എന്തിനെ കുറിച്ച് വിചാരിക്കണം? ആമേൻ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് നാം വിചാരിക്കണം. കർത്താവിന് നമുക്കറിയാം, മാർത്ത ആമേ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു മനം കലങ്ങിയവൾ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നവളായിരുന്നു. പലതിനെ കുറിച്ചും വിചാരപ്പെട്ട് മനം കലങ്ങി. സ്തോത്രം. മാർത്തയ്ക്ക് ഒന്നും പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മറിയം നല്ല അംശം തിരഞ്ഞെടുത്തു, നല്ലതിനെ കുറിച്ച് ചിന്തിച്ചു. വിധത്തിന് വേണ്ടി അമ്മ വിചാരപ്പെട്ടു. ആമേൻ. അത് അവൾ പ്രാപിപ്പാനിടയായി. ഇന്ന് പകൽ ആര് ദൈവഹിതത്തിനൊത്തവണ്ണം വിചാരപ്പെടുന്നുവോ അവർ അത് പ്രാപിപ്പാനിടയായി തീരും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ആമേൻ. ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ബെൽശസ്സർ വിചാരങ്ങളാൽ ഭയപരവശനായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിചാരങ്ങളാൽ ഭയപരവശനായി. സ്തോത്രം. എന്താണ് വിചാരങ്ങളാൽ ഭയപരവശനായി അമേ തീരുവാനിടയായത്? വിചാരങ്ങളാൽ പരവശനായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമേ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ അമേ സ്തോത്രം ബെൽശസ്സർ ചെയ്തതുകൊണ്ടാണ് വിചാരങ്ങളാൽ പരവശനാകാനിടയായത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാത്രങ്ങൾ എന്ത് ചെയ്തു? ബെൽശസ്സർ അപമാനിച്ചു, നിന്ദിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില പാത്രങ്ങളെ ബെൽശസ്സർ അപമാനിച്ചു, അതിനെ ദൂഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. തന്നിമിത്തം താൻ വിചാരങ്ങളാൽ പരവശനാകേണ്ടി വന്നു.
ഹല്ലേലൂയ. ദൈവത്തിന്റെ പാത്രങ്ങളെ അപമാനിക്കരുത്, ദൈവത്തിന്റെ പാത്രങ്ങളെ ദൂഷിക്കരുത്, ദൈവത്തിന്റെ പാത്രങ്ങളെ നിന്ദിക്കരുത്. ദൈവം ഉപയോഗിക്കുന്ന പാത്രങ്ങളെ നിന്ദിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നാം വിചാരങ്ങളാൽ പരവശരാകാതിരിക്കുവാൻ, ദൈവഹിതത്തിലുള്ളത് ചിന്തിക്കുവാനിടയായി തീരട്ടെ. Praise the Lord. എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ആമേൻ. ഈ കാലത്തിലെ ഈ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഈ കാലത്ത് മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ, ഈ കാലത്ത് മാത്രമേ ഉള്ളൂ. നാം ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ കഷ്ടങ്ങൾ നേരിടുന്നുള്ളൂ. Praise the Lord. ഹല്ലേലൂയ. ഈ കാലഘട്ടം കഴിഞ്ഞാൽ, ഈ കാലം കഴിഞ്ഞാൽ എന്തില്ല? കഷ്ടതയില്ല. ഹല്ലേലൂയ. ഈ കാലത്തിലെ കഷ്ടങ്ങൾ മാറുമ്പോൾ ഒരു തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. Praise the Lord. ആമേൻ. ഈ കാലത്തിലെ കഷ്ടതയെ കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ഹല്ലേലൂയ, ഇത് അല്പകാലത്തേക്കുള്ള കഷ്ടതയുള്ളൂ, അല്പകാലത്തേക്കുള്ള കഷ്ടത എന്ന് പറഞ്ഞാൽ സ്തോത്രം നിത്യതയും ഹല്ലേലൂയ കഷ്ടതയും തമ്മിൽ ഉള്ള നാം താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഹല്ലേലൂയ കഷ്ടതയേക്കാൾ വലുതാണ് നമ്മുടെ നിത്യത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് അല്പകാലത്തേക്കുള്ള കഷ്ടം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. വീണ്ടും പത്രോസ് പറയുകയാണ്, ഇത് നൊടി നേരത്തേക്കുള്ള കഷ്ടമാണ്. നൊടി നേരത്തേക്കുള്ള കഷ്ടം, നൊടി നേരത്തേക്കുള്ള കഷ്ടം അത്യന്തം അനവധിയായി നിത്യ തേജസ്സിനായി നമ്മെ മുന്നൊരുക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണണം. സ്തോത്രം. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ സാരമില്ലെന്ന് എണ്ണേണ്ട പല കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. എല്ലാം ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തൊക്കെയാണ് നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണണം? ഒന്നാമൻ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അനർത്ഥങ്ങൾ സാരമില്ലെന്ന് നാം എണ്ണണം, നമ്മുടെ ആപത്തുകൾ സാരമില്ലെന്ന് നാം എണ്ണണം. നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സാരമില്ലെന്ന് നാം എണ്ണണം. ഇപ്പോൾ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ സാരമില്ലെന്നെണ്ണണം, കഷ്ടത സാരമില്ലെന്നെണ്ണണം, ആപത്ത് സാരമില്ലെന്നെണ്ണണം, ഇപ്പോൾ നേരിട്ടിരിക്കുന്ന അപവാദങ്ങൾ സാരമില്ലെന്നെണ്ണണം. ഇപ്പോൾ നേരിട്ടിരിക്കുന്ന വേദനകൾ സാരമില്ലെന്നെണ്ണണം. സങ്കടങ്ങൾ സാരമില്ലെന്നെണ്ണണം. ഞെരുക്കങ്ങൾ സാരമില്ലെന്നെണ്ണണം. അപവാദങ്ങൾ സാരമില്ലെന്നെണ്ണണം. ഇതൊക്കെ വിശദീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നാം പലതും സാരമില്ലെന്ന് എണ്ണി മാറ്റിക്കഴിയുമ്പോൾ ആര് പരാജയപ്പെടുന്ന അറിയാമോ? പിശാച് പരാജയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല സ്തോത്രം, ഇത് ഭയങ്കരമാണ് കേട്ടോ, ഇത് ഭയങ്കരമാണെന്ന് പറഞ്ഞ് നാം ആവലാതിപ്പെട്ടാൽ അവിടെ ജയിക്കുന്നത് ആരായിരിക്കും? അവിടെ ജയിക്കുന്നത് പിശാചായിരിക്കും. സ്തോത്രം. പലതും സാരമില്ലെന്നെണ്ണി മുൻപട്ട് പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ പിശാച് ജയിക്കും. നാം ജയിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് ഒരിക്കലും ഇങ്ങനെ പറയുവാനിടയായി, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു തന്ന ശുശ്രൂഷ എനിക്ക് തികച്ചെടുക്കണമേ എന്നുള്ളൂ. ഹല്ലേലൂയ. തനിക്ക് ലാഭമായിരുന്നൊക്കെയും താൻ ഛേദമെന്നെ ഹല്ലേലൂയ സകലവും സാരമില്ല എന്ന് താൻ എണ്ണുവാൻ ഇടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മുടെ കഷ്ടത്തിൽ തേജസ് വെളിപ്പെടണമെങ്കിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നാം ജീവിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ തേജസ് നമുക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായി തീരും. നമ്മുടെ തേജസ് വെളിപ്പെടുന്നത് കഷ്ടതയിൽ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. തേജസ് വെളിപ്പെടുന്നത് കഷ്ടതയിൽ കൂടെയാണ്. സ്തോത്രം. ഒരു പൊന്ന്
അതിൻ്റെ യഥാർത്ഥ പൊന്നായി വെളിപ്പെട്ട് വരുന്നത് എപ്പോഴാണ്? തീയിൽ കൂടെ കടന്നു പോകുമ്പോഴല്ലേ? തീയിൽ കൂടെ അമ്മ കടന്നു പോകുമ്പോഴാ. കർത്താവിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ കഷ്ടതയാകുന്ന തീച്ചുള്ളിൽ കൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, ഓരോ ദിവസവും നമ്മുടെ തേജസ് വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ, ഒടുവിൽ കർത്താവിന്റെ വരവിൽ ആമേ തേജസ്സിന്റെ നിത്യഘനം പ്രാപിച്ച് ആമേ നമ്മുടെ കർത്താവിനെ എതിരേൽക്കുവാൻ നാം വേഗത്തിൽ ആമേ യേശുവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, നാമേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ആമേ അപ്പോസ്തലനായ പത്രോസ് ആമേ കർത്താവിന്റെ തേജസ് കണ്ടവനാണ്. ആമേ യോഹന്നാൻ ആ തേജസ് കണ്ടവനാണ്. ഹല്ലേലൂയ, ആ തേജസ് കണ്ട ആമേ പൗലോസിനും ആമേ പത്രോസിനും അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഈ തേജസ് അവർക്ക് മാത്രമല്ല ആമേ സകല വിശുദ്ധന്മാർക്കുമുള്ള ഓഹരിയാണെന്ന് അപ്പോസ്തലന്മാർ തിരിച്ചറിഞ്ഞു. ഇത് പകൽക്കാലം ആമേ ദൈവത്തിന്റെ തേജസ് ആമേ നമുക്ക് മാത്രമുള്ളതല്ല, ആമേ മറ്റുള്ളവർക്കും കൂടി ആണ് എന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൈവജനം തിരിച്ചറിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കഷ്ടത ആമേ സഹോദര ശാപമല്ല. പ്രൈസ് ദി ലോർഡ്. കഷ്ടത ഒരു ശാപമല്ല, കഷ്ടത ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, കഷ്ടം സഹിച്ചാൽ ആമേ കർത്താവിനോട് കൂടെ വാഴാം. ആമേ ഞാൻ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ, ആമേ കർത്താവിന്റെ തേജസ് പ്രാപിപ്പാൻ ആമേ വിശുദ്ധിയോട് ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവമക്കളുടെ വലക്കാലം കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, തേജസ് യേശുവിൻ പൊന്മുഖം ഞാൻ കാണും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ആമേ വെളിപ്പെടുമ്പോൾ ആമേ അവന്റെ തേജസ്സിന്റെ മുഖം കണ്ട് ആമേ നാം ആനന്ദിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഷ്ടത ആമേ കഷ്ടതയിൽ ഒളിച്ചോടി പോകുകയല്ല, ആമേ കഷ്ടതയെ നേരിടുക. വരുവാൻ പോകുന്ന പ്രാപിപ്പാൻ പോകുന്ന ആ നിത്യ തേജസ്സിനായി ആമേ നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്തു ഭക്തന്റെ ഹല്ലേലൂയ കടമയാണ്, ഉത്തരവാദിത്തമാണ് കഷ്ടം സഹിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നു, ആമേ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവരോടുകൂടെ കഷ്ടം സഹിപ്പാനും എന്ന് പറഞ്ഞാട്ടെ വരം ലഭിച്ചിരിക്കുന്നു, വരം ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നീ അനുഭവിക്കുന്ന കഷ്ടത ഒരു തീരാ നഷ്ടമല്ല. അതിനപ്പുറത്തൊരു നിത്യ തേജസ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യ തേജസ്സിനായി ആമേ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് വരാൻ ആമേ സമയമെടുത്തിരിക്കുന്നു. ആമേ കർത്താവിന്റെ വരവിന് വേണ്ടി ആമേ നമുക്ക് ഒരുങ്ങാം. നമുക്ക് എല്ലാവർക്കും പ്രത്യാശ നൽകുന്ന ഒരു ഗാനം ചേർന്ന് പാടി ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ആമേ കർത്താവ് സമയം ലഭിക്കുമെന്റെ പ്രിയനും വാഴും സമയം നിത്യാനന്ദത്താലൻ ഹൃദയമാദിനം, നിത്യാനന്ദത്താലൻ ഹൃദയമാദിനം കവിഞ്ഞൊഴുകും വണ്ണദീ ബഹുദൂരമായി, കവിഞ്ഞൊഴുകും വണ്ണദീ കുഞ്ഞാട്ടിൻ കല്യാണ പകൽ ദിനത്തിൽ നാം, കുഞ്ഞാട്ടിൻ കല്യാണ പകൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭാപരിപൂർണതയോടെ. ശോഭാപരിപൂർണതയോടെ ആയിരമായിരം ദൂതന്മാർ ശുശ്രൂഷ, ആയിരമായിരം ദൂതന്മാർ ശുശ്രൂഷ ലഭിക്കുമെന്റെ പ്രിയനുമായി വാഴും സമയം, ലഭിക്കുമെന്റെ പ്രിയനുമായി വാഴും സമയം നിത്യാനന്ദത്താലൻ ഹൃദയമാദിനം, നിത്യാനന്ദത്താലേ ഹൃദയമാദിനം കവിഞ്ഞൊഴുകും വണ്ണദീ പോൽ ബഹുദൂരമായി, കവിഞ്ഞൊഴുകും വണ്ണദീ ബഹുദൂരമായി കാന്തനും കാന്തയും കല്യാണശാലയിൽ, കാന്തനും കാന്തയും പ്രത്യാശയോടെ കല്യാണശാലയിൽ എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി, എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി ലഭിക്കുമെന്നീ കസല്യ നിക്ഷേപം, ഓ ലഭിക്കുമെന്നീ കസല്യ നിക്ഷേപം പ്രമോദമായാണ് ഇടും ഞാൻ
ബഹുവർണ്ണങ്ങളാ എൻ ശിരസിൽ വച്ചാനുദീ ആശിസരുളും എൻ ശിരസിൽ വച്ചാനുദീ ആശിസരുളും രാജപുരോഹിത വിശുദ്ധ വംശമാൻ രാജപുരോഹിത വിശുദ്ധ വംശമാൻ സിംഹാസനത്തിൽ വാഴും രാജൻ രാജൻ കൂടങ്ങും സിംഹാസനത്തിൽ വാഴും രാജൻ രാജൻ കൂടങ്ങും ആമേൻ കല്യാണ മഹലിടത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ ആമേൻ ഹല്ലേലൂയ കാന്തയാനിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയാനിൽക്കും ശോഭ പരിപൂർണതയോടെ എൻ പ്രിയൻ കാണുവാൻ ഓരോ വീട് ഞാൻ എൻ പ്രിയൻ കാണുവാൻ ഓരോ വീടതിൽ സുഭിക്ഷമായി വസിച്ചിടും വ്യത്യാസ